ആശംസിക്കട്ടെ. സംഭവകരമായൊരു വർഷം നമ്മെ പിന്നിട്ടു. കഴിഞ്ഞൊരു വർഷക്കാലം അത്ഭുതകരമായി ദൈവം നമ്മെ വഴി നടത്തി. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം ഏറെ അനുഗ്രഹമായി മുന്നോട്ട് പോകും. സംഭവകരമായൊരു വർഷം നമ്മെ പിന്നിട്ടു. കഴിഞ്ഞൊരു വർഷക്കാലം അത്ഭുതകരമായി ദൈവം നമ്മെ വഴി നടത്തി. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാം ഏറെ അനുഗ്രഹമായി മുന്നോട്ട് പോകുവാൻ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകി. ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും പ്രത്യേകം ഓർക്കുകയും ദൈവം നിങ്ങളെ അനവരതമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും 2026 ഈ വർഷം സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും ഒരു വർഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും പുതുവത്സരത്തിൻ്റെ എല്ലാ മംഗളാശംസകളും കർത്തൃനാമത്തിൽ വിനീതമായി അറിയിക്കുകയും ചെയ്യുന്നു. ഈ വർഷം ബൈബിൾ റീഡിങ്ങിൽ നമുക്കേറെ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഇവിടെയാണ്. കഴിഞ്ഞൊരു വർഷക്കാലം മുഴുവൻ നമ്മൾ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തു. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളിലെ പുതിയ നിയമം എല്ലാം നമ്മൾ വായിച്ചു കഴിഞ്ഞു. പഴയ നിയമത്തിലെ പഞ്ചഗ്രന്ഥങ്ങളിലെ 4 പുസ്തകം വായിച്ചു. 5-ാം പുസ്തകം ആവർത്തന പുസ്തകത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ വർഷം മറ്റുള്ളവരെ കൂടി ബൈബിൾ വായിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രേരിപ്പിക്കുകയും നിങ്ങൾ അതിനുവേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആത്മാർത്ഥമായി സഹകരിക്കുകയും ചെയ്യണമെന്ന് വളരെ വിനീതമായി കർത്തൃനാമത്തിൽ അറിയിക്കട്ടെ. നമ്മുടെ ആരുടെയും മഹത്വത്തിനല്ല, ദൈവനാമ മഹത്വത്തിനും ആത്മീയമായ നമ്മുടെ പുരോഗതിക്കും നല്ല സാക്ഷ്യത്തിനും അനുഗ്രഹത്തിനും മുഖാന്തരമായി ഭവിക്കാൻ വേണ്ടിയാണ്. ആവർത്തന പുസ്തകം നിയമങ്ങളുടെ ആവർത്തനവും ദൈവികമായ ഇടപെടലുകളുടെ ഒരു പുനരവലോകനവുമാണ് ഈ അധ്യായത്തിൽ പൊതുവെ നമ്മൾ കാണുന്നത്. 1-ാം അധ്യായത്തിൽ നമുക്കറിയാം, സംഖ്യാപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും മോശ ഇവിടെ ആവർത്തിച്ച് പറയുകയാണ്. പറയാൻ കാരണം ജീവിതത്തിൽ ഒരു തിരിഞ്ഞു നോട്ടം എപ്പോഴും ആവശ്യമാണ്. യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ എങ്ങനെ വഴി നടത്തിയെന്നും അവർക്ക് എവിടേക്കാണ് ആ ജനത്തിന് പാളിച്ചകൾ സംഭവിച്ചതെന്നും ദൈവം എങ്ങനെ അവരെ കരുതിയെന്നും ഒക്കെ പറയാൻ വേണ്ടി, അവരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി വീണ്ടും പഴയ നിയമത്തിലെ അല്ലെങ്കിൽ ഇതിനു മുമ്പുണ്ടായിരുന്ന ആ സംഭവങ്ങളെ മോശ ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇവിടെ എഴുതുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഒരു വലിയ തിരിഞ്ഞു നോട്ടം നമുക്ക് എപ്പോഴും ആവശ്യമാണ്. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മളെ വഴി നടത്തിയത് അനുഗ്രഹങ്ങളെ ഓർത്ത് അതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വന്നുപോയ കുറവുകൾ ഓർത്ത് പശ്ചാത്തപിച്ച് അത് ഏറ്റുപറയുന്നതിനും ഒരു പുതുക്കത്തോടെ മുന്നോട്ട് പോകുവാനും ഒരു തിരിഞ്ഞു നോട്ടം നമ്മെ സഹായിക്കും. ആ തിരിഞ്ഞു നോട്ടം വിശ്വാസത്തിൻ്റെ വർധനവിന് കാരണമായിട്ട് തീരും. ദൈവം എത്രമാത്രം നമ്മളെ കരുതിയെന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ മുന്നോട്ട് പ്രത്യാശയോടെ യാത്ര ചെയ്യുവാനുള്ള ധൈര്യവും പ്രത്യാശയും നമുക്ക് നൽകും. പല ജീവിത സാഹചര്യങ്ങളും നമ്മളെ നിരാശയിലേക്ക് വഴി നടത്തുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ വഴി നടത്തിയത് നമ്മൾ ഓർക്കുമെങ്കിൽ ആ നിരാശ പ്രത്യാശയിലേക്ക് നമ്മളെ വഴി നടത്തുന്നതായി നമുക്ക് കാണുവാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സകല വഴികളും അടയുന്നിടത്ത് ഒരു പ്രത്യാശയുടെ ഒരു വലിയ കിരണം, ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് നൽകും. അങ്ങനെ ആ ബൈബിളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടത്തിൻ്റെ വർഷമായി ഈ വർഷം മാറുവാൻ നമുക്ക് ഇടയാകണം. നാം വീണുപോയിടത്തൊക്കെ ദൈവം നമ്മളെ എത്രമാത്രം നമ്മളെ കരുതിയെന്നും നമ്മൾ എത്രമാത്രം നമ്മുടെ തെറ്റുകളെ നമ്മളോട് ക്ഷമിച്ചുവെന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ നമ്മൾ ഓർക്കുന്നത് നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കാനുള്ള ഒരു കാരണം കൂടെ ആയിത്തീരും. ദൈവം എന്നോട് ക്ഷമിക്കുന്നത് ഞാൻ ഓർത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ ക്ഷമിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ നമ്മളുള്ള ഒരു തിരിഞ്ഞു നോട്ടം അതിനിത് മുഖാന്തരമായി നമുക്ക് ഇത് ഭവിക്കേണ്ടതാണ്. നമ്മൾ തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞത് അത് അഹന്തയോടെയുള്ള ഒരു നോട്ടമല്ല, പിന്നെയോ നിരാശയോടെയുള്ള നോട്ടവുമല്ല, പ്രത്യാശയോടെ നന്ദിപൂർവമായൊരു നോട്ടമായി അത് മാറാൻ കാരണമായിട്ട് തീരണം. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് പറയുന്ന ഒരു ഉപമയുണ്ട്. ഒരു മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ രാവിലെ വേലക്കാരെ വിളിക്കാൻ വേണ്ടി അദ്ദേഹം പുറത്തുപോയി. 6-ാം മണി സമയത്തും 7-ാം മണി സമയത്തും അങ്ങനെ 9-ാം മണി സമയത്തൊക്കെ
എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണി എന്ന് പറഞ്ഞാൽ 1-ാം മണി, 2-ാം മണി, 3-ാം മണി ആ സമയത്തും ഉച്ചയ്ക്കും ഒക്കെ കുറേ ആൾക്കാരെങ്കിലും മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങളുടെ തോട്ടത്തിൽ പോയി വേല ചെയ്യുകയും ഞാൻ നിങ്ങൾക്ക് കൂലി തരാം. ആ ഉപമയും നമ്മൾ അവസാനം വായിക്കുന്ന 11-ാം മണി സമയം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് 5 മണിക്ക് അദ്ദേഹം നടക്കുമ്പോൾ ചില ആളുകൾ ഇങ്ങനെ മിനക്കെട്ട് നിൽക്കുന്നു. അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്? അവർ പറഞ്ഞു, ഞങ്ങളെ ആരും ജോലിക്ക് വിളിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ നിൽക്കേണ്ടി വന്നത്. നിങ്ങളെൻ്റെ തോട്ടത്തിൽ പോയി വേല ചെയ്യുകയും ഞാൻ നിങ്ങൾക്ക് പ്രതിഫലം തരാം. അവരവിടെ ചെന്നു. 6 മണിയായപ്പോൾ അന്നത്തെ ജോലി അവസാനിച്ചു. അവർ 1 മണിക്കൂറേ അവിടെ പ്രവർത്തിച്ചുള്ളൂ. രാവിലെ 6 മണിക്ക് വന്നവരുണ്ട്. പക്ഷേ നമ്മൾ വായിക്കുന്നു, അവർക്ക് എല്ലാവർക്കും ഒരുപോലാണ് യജമാനൻ ഇത് കൂലി കൊടുത്തത്. കാരണം ആ 11-ാം മണിക്ക് വിളിക്കപ്പെട്ടവർക്ക് എന്താ സംഭവിച്ചത്? അതുവരെ അവരെ ആരും വിളിക്കാഞ്ഞതാണ്. പക്ഷേ 1 മണിക്കൂർ അവർക്ക് കിട്ടിയുള്ളെങ്കിലും രാവിലെ മുതൽ ആരംഭം മുതൽ പണിതവനേക്കാൾ കൂടുതൽ ആർജവത്തോടും പ്രത്യാശയോടും ആത്മാർത്ഥവും കൂടി അവർ 1 മണിക്കൂർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരുപോലെ യജമാനൻ കൂലി കൊടുക്കുന്നത്. നമ്മൾ എപ്പോൾ ബൈബിൾ വായിക്കാൻ ആരംഭിച്ചു എന്നുള്ളത്, ഏത് പ്രായത്തിലായിക്കൊള്ളട്ടെ, നമുക്ക് ഈ വിളി കിട്ടിയ നിമിഷം മുതൽ അത് ആ ബൈബിൾ വായിക്കുവാനും ദൈവത്തെ അനുഗമിക്കുവാനും ദൈവത്തിന് സമർപ്പിക്കാനും നമുക്ക് ഇടയായി തീരണം. ദൈവം നമുക്കതിൻ്റെ പ്രതിഫലം നൽകും. അവിടെ നമ്മൾ വായിക്കുന്ന ഏറ്റവും അവസാനം വിളിച്ചവർക്കാണ്, 1 മണിക്കൂർ ജോലി അവിടെ ചെയ്തവരെയാണ് ആദ്യം വിളിച്ചവർക്കാണ് യജമാനൻ അവിടെ കൂലി കൊടുക്കുന്നത്. അത്രമാത്രം യജമാനൻ അവരെ സ്നേഹിച്ചു. ആ തോട്ടത്തിൻ്റെ ഉടയവൻ അവരെ സ്നേഹിച്ചു എന്നുള്ളത് കാരണം അത്രമാത്രം ആത്മാർത്ഥത അവർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഏത് പ്രായത്തിൽ എപ്പോൾ വിളിക്കപ്പെട്ടു എന്നതിനേക്കാൾ വിളിക്കപ്പെട്ടതിന് ശേഷമുള്ള നമ്മുടെ ആത്മാർത്ഥതയോടെയുള്ള ആ ജോലിയാണ് ദൈവം, നമ്മുടെ ആ പ്രവർത്തനമാണ് ദൈവം നോക്കുന്നത് നമ്മൾ ഓർക്കുക. നമ്മൾക്ക് അറിയാം, ചില തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കലും തിരിഞ്ഞു നോക്കാൻ പാടില്ല. പൗലോസ് പറഞ്ഞു, നമ്മുടെ പിന്നിലുള്ളത് വിട്ട് മുന്നിലുള്ളത് ലക്ഷ്യമാക്കി ഓടുക. അത് നമ്മുടെ തെറ്റായ ജീവിത രീതിയിലേക്ക് ഒരിക്കലും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല. നന്മയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടതാണ്. ഇനിയും ഇതിൻ്റെ 1-ാം അധ്യായത്തിൽ 2-ാം വാക്യം നമ്മൾ വായിക്കുന്ന, ഹോരേബിൽ നിന്ന് സോയർ പർവ്വതം വഴി കാദേശ് ബർന്നയിലേക്ക് കനാനിലേക്ക് പ്രവേശിക്കാനും ആ അതിര് വരെ, കാദേശ് ബർന്ന കനാൻ്റെ ആ അതിരാണല്ലോ, 11 ദിവസത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ. ആ 11 ദിവസം കൊണ്ട് അത് കഴിഞ്ഞ് അവിടെ പ്രവേശിക്കേണ്ടവർ പിന്നെ 38 വർഷം മരുഭൂമിയിലൂടെ അലയേണ്ടി വന്നു. കാരണം ആ ദേശം ഒറ്റുനോക്കുവാൻ തക്കവണ്ണം ആൾ വിടണമെന്ന് പറഞ്ഞുകൊണ്ട് ജനം ആവശ്യപ്പെട്ടനുസരിച്ച് മോശ വിട്ടു. എല്ലാ ഗോത്രങ്ങളിൽ നിന്നും ഓരോ ആൾക്കാരെ അദ്ദേഹം തിരഞ്ഞെടുത്ത് 12 പേരെ വിട്ടതാണ്. 10 പേരും വന്ന് പറഞ്ഞു, നമുക്കവിടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല, അവിടെ വലിയ വില്ലാളി വീരന്മാരാണ്. പക്ഷേ യോശുവയും കാലേബും അവർ പറഞ്ഞു, നമുക്കവിടെ പ്രവേശിക്കാൻ സാധിക്കും. ഒരു വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലായിരുന്നു. അപ്പം അതുകൊണ്ട് അവരുടെ ആ അവിശ്വാസ നിമിത്തമാണ് പിന്നെ ഒരു 38 വർഷം പിന്നെ അവർ അലയേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നമ്മളും അവിശ്വാസം മുഖാന്തരം നമ്മൾ വീണ്ടും വീഴ്ചയിലേക്ക് പോകും. വിശ്വാസമാണ് ഏറ്റവും വലിയ ബലവും ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ദൈവാനുഭവവും. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഏത് പ്രതിസന്ധികളെയും വിശ്വാസത്തിൻ്റെ കണ്ണുകളാൽ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളെ പാഴാക്കാതിരിക്കുക. നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെ ഒരിക്കലും നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പിടിക്കാനാവില്ല. നഷ്ടപ്പെട്ടു പോയ അവസരങ്ങൾ ഒരിക്കലും നമുക്ക് ഇനിയുണ്ടല്ലോ ലഭിക്കുകയുമില്ല. ദൈവം നോക്കിയാലും ആ ദിവസം നമുക്ക് തിരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ, ഞാൻ പറഞ്ഞു, ഏറ്റവും 11-ാം മണിക്ക് വിളിക്കപ്പെട്ടവനും അവന് നല്ല പ്രതിഫലം ലഭിച്ചതുപോലെ നമുക്കും ദൈവത്തിനുള്ള പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അപ്രകാരം പൂർണ്ണമായി സമർപ്പിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് ഇടയായിട്ട് തീരണം. 1-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇതിനു മുമ്പ് അദ്ദേഹം ന്യായാധിപന്മാരെ മോശ അവിടെ നിയമിച്ച കാര്യം പറയുന്നുണ്ട്. മോശയ്ക്ക് തന്നെ ഭാരം വഹിക്കുക വയ്യാതെ അവരെ നിയമിച്ചപ്പോൾ അദ്ദേഹം 3 കാര്യങ്ങളാണ് അവിടെ യോഗ്യതയായിട്ട് പറഞ്ഞു. 1 ജ്ഞാനം, 2 വിവേകം, 3 അനുഭവം. നമ്മൾ വേദപുസ്തകം വായിക്കുന്നത് അറിവ് ലഭിക്കാനല്ല, ജ്ഞാനം ലഭിക്കാൻ. അറിവ് ചേർപ്പിക്കുന്നതാണ്, അഹന്ത ഉണ്ടാക്കുന്നതാണ്. കൂടുതൽ ആളുകളും ആ അറിവിന് വേണ്ടി പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ദൈവം നമ്മുടെ തലച്ചോറിനോടല്ല സംസാരിക്കുക. ദൈവം സംസാരിക്കുന്നത്, ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തോടാണ്. ഹൃദയത്തോട് ദൈവം സംസാരിക്കുമ്പോൾ മാത്രമേ ഹൃദയപൂർവ്വമായി നമുക്കതിനെ ഉൾക്കൊള്ളാനും ഹൃദയപൂർവ്വമായി മറ്റുള്ള പെരുമാറാനും സാധിക്കത്തുള്ളൂ. ഓരോ ദിവസവും വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തോട് അവിടുന്ന് സംസാരിക്കണമേ എന്നുള്ള ഒരു മനോഭാവത്തോടെ വായിക്കാനാകണം.
നമ്മുടെ ബുദ്ധിക്ക് വേണ്ടി, അറിവിന് വേണ്ടി നമ്മൾ വായിക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരുപാട് സംശയങ്ങളും പ്രശ്നങ്ങളാണ് ഒക്കെ ഇത് നമുക്കുണ്ടാവുക. അത് അവിശ്വാസത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്നാൽ ഹൃദയത്തോട് ദൈവം സംസാരിക്കുമ്പോൾ അത് വിശ്വാസത്തിലേക്ക് നമ്മളെ വഴി നടത്തുവാൻ കാരണമായിട്ട് തീരും. അതുപോലെ തന്നെ വിവേകം, കാര്യങ്ങളെ വിവേചിക്കാനുള്ള ഇത്, 3 അറിവ് അവരുടെ ജീവിതത്തിൽ